അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാലത്തെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏറ്റവും നിർണായകവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അതീവ രഹസ്യമായി ഒരു വൻ സൈനിക നീക്കത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയുടെ ചരിത്രത്തെയും ലോക ഭൂപടത്തെയും തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടായിരുന്ന അതീവ അപകട സാധ്യത നിറഞ്ഞ ഒരു യുദ്ധതന്ത്രമായിരുന്നു ഇത്. അമേരിക്കൻ സൈന്യത്തെ നേരിട്ട് ഇറാന്റെ മണ്ണിലേക്ക് ഇറക്കി അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ കമാൻഡോ ആക്രമണം നടത്തി യുറേനിയം ശേഖരം കടത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം തന്ത്രപ്രധാനവും അതേസമയം വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതുമായ ഒരു കരസേനാ മുന്നേറ്റത്തിനാണ് പെന്റഗൺ ഇതിലൂടെ രൂപം നൽകിയിരിക്കുന്നത്. പദ്ധതി അപ്പടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധിനിവേശങ്ങളിൽ ഒന്നായി ഇത് മാറുമായിരുന്നു. CNN റിപ്പോർട്ടുകൾ പ്രകാരം ഈ വൻ സൈനിക ദൗത്യത്തിന്റെ പ്ലാനിംഗ് വെറുമൊരു ആലോചനയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, മറിച്ച് അത് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു. ഏത് നിമിഷവും സൈന്യത്തിന് ഇറാനിലേക്ക് പുറപ്പെടാനുള്ള ഉത്തരവ് ലഭിക്കാവുന്ന തരത്തിൽ സർവ്വസന്നാഹങ്ങളും അമേരിക്കൻ യുദ്ധ നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. വൈറ്റ് ഹൌസിലെ അതിരഹസ്യമായ ചർച്ചകളിൽ ഈ ദൗത്യത്തിന് ഏതാണ്ട് പച്ചക്കൊടി ലഭിക്കുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യയെ ഒന്നാകെ ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുമായിരുന്ന ഈ അതിസാഹസിക ദൗത്യം അവസാന നിമിഷം റദ്ദാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെടുകയായിരുന്നു. ഈ സൈനിക നീക്കം ഉണ്ടാക്കാൻ പോകുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ട്രംപിന് കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭിച്ചതാണ് അദ്ദേഹത്തെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ദൗത്യം പരാജയപ്പെടാനുള്ള സാധ്യതകളും അതുവഴി അമേരിക്ക നേരിടേണ്ടി വരുന്ന നാശനഷ്ടങ്ങളും കണക്കിലെടുത്താണ് ട്രംപ് തന്റെ കടുത്ത നിലപാടിൽ നിന്ന് പെട്ടെന്ന് പിന്മാറിയത്. ഈ ദൗത്യം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഏറ്റവും വലിയ അപകടം വൻതോതിലുള്ള അമേരിക്കൻ സൈനികരുടെ ജീവഹാനിയായിരുന്നു. ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ടിറങ്ങി നടത്തുന്ന ഒരു ഓപ്പറേഷനിൽ വലിയ പ്രതിരോധം നേരിടേണ്ടി വരുമെന്നും നൂറുകണക്കിന് US സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ട്രംപിന് മുന്നറിയിപ്പ് ലഭിച്ചു. വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ രാജ്യത്ത് തിരിച്ചെത്തുന്നത് തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന് ട്രംപ് ചിന്തിച്ചിരിക്കാം. മറ്റൊരു പ്രധാന ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ക്രൂരമായ പ്രത്യാക്രമണമായിരുന്നു. തങ്ങളുടെ ആണവ സ്വപ്നങ്ങൾക്ക് മേൽ അമേരിക്ക കൈവച്ചാൽ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളിലൂടെയും പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ തകർക്കാൻ ഇറാന് സാധിക്കുമായിരുന്നു. ഇറാന്റെ ഈ പ്രതികാര ബുദ്ധിയെയും അവരുടെ സൈനിക ശേഷിയെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വൈറ്റ് ഹൌസിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഈ സൈനിക നീക്കം വെറുമൊരു ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ ഒതുങ്ങി നിൽക്കില്ലെന്നും അത് പശ്ചിമേഷ്യയെ ഒന്നാക്കി വിഴുങ്ങുന്ന ഒരു പ്രാദേശിക യുദ്ധമായി മാറുമെന്നും വ്യക്തമായിരുന്നു. ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ളയും ഹൂതികളും മറ്റു പ്രാദേശിക ഗ്രൂപ്പുകളും ഒരേ സമയം ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും നേരെ ആക്രമണം അഴിച്ചുവിടുമെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തി. ഇത് പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കുമായിരുന്നു. ഈ നിർണായക ഘട്ടത്തിലാണ് അമേരിക്കൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു നാറ്റോ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ വാഷിംഗ്ടണിൽ നടക്കുന്ന ഈ അപകടകരമായ യുദ്ധനീക്കത്തെക്കുറിച്ച് അറിഞ്ഞയുടൻ അദ്ദേഹം സമ്മേളനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് തിടുക്കത്തിൽ പറക്കുകയായിരുന്നു. വാഷിംഗ്ടണിലെത്തിയ ജനറൽ ഡാൻ കെയ്ൻ ഒട്ടും സമയം കളയാതെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഈ ദൗത്യം നടപ്പിലാക്കിയാൽ സംഭവിക്കാനിടയുള്ള തത്സമയ സൈനിക യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം ട്രംപിന് മുന്നിൽ അക്കമിട്ട് നിരത്തി. ഒരു പ്രൊഫഷണൽ സൈനിക മേധാവി എന്ന നിലയിൽ ഈ നീക്കങ്ങളെ എത്രത്തോളം ആത്മഹത്യാപരമാണെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ജനറൽ കെയ്ൻ നൽകിയ ബ്രീഫിംഗ് തികച്ചും ഗൗരവമേറിയതായിരുന്നു. ഇറാന്റെ പ്രതിരോധ വ്യൂഹങ്ങൾ എത്രത്തോളം ശക്തമാണെന്നും US സൈന്യം അവിടെ അകപ്പെട്ടു പോയാൽ അവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക എത്രത്തോളം പ്രയാസകരമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഭൂപടങ്ങളും രഹസ്യാന്വേഷണം വിവരങ്ങളും മുൻനിർത്തി ജനറൽ നടത്തിയ ഈ വിശദീകരണം ട്രംപിന്റെ ചിന്തകളെ മാറ്റിമറിക്കാൻ പര്യാപ്തമായിരുന്നു. CNN പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ദൗത്യത്തിന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നതിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിലാണ് ജനറൽ കെയ്ൻ ഈ സുപ്രധാന ബ്രീഫിംഗ് നടത്തിയത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഉത്തരവിനായി സൈന്യം കാത്തിരുന്ന ആ അവസാന നിമിഷത്തിലാണ് ട്രംപ് തന്റെ തീരുമാനം മാറ്റിയത്.
ജനറൽ കെയ്ന്റെ കടുത്ത മുന്നറിയിപ്പുകൾ ട്രംപ് തള്ളിക്കളയാത്തതാണ് ലോകത്തെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചത്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിൽ അതീവ സുരക്ഷിതമായ ബങ്കറുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തന്നെ ഈ ദൗത്യം അതിസങ്കീർണമായിരുന്നു. കേവലം ഒരു വ്യോമാക്രമണം കൊണ്ട് ഈ കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കരസേനയെ ഇറക്കാൻ പെന്റഗൺ നിർബന്ധിതമായത്. എന്നാൽ ഇറാന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന കമാൻഡുകളെ അവിടെ എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കൂടാതെ ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരൊറ്റ സ്ഥലത്തല്ല സൂക്ഷിച്ചിരിക്കുന്നത് എന്ന വിവരവും ദൗത്യത്തിന്റെ പരാജയ സാധ്യത വർദ്ധിപ്പിച്ചു. രാജ്യമൊട്ടാകെ ചിതറിക്കിടക്കുന്ന രഹസ്യ താവളങ്ങളിൽ നിന്ന് ഒരേ സമയം യുറേനിയം പിടിച്ചെടുക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമായിരുന്നു. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പാകപ്പിഴ സംഭവിച്ചാൽ അത് ബാക്കി സൈനികരുടെ ജീവനെ പോലും അപകടത്തിലാക്കുമായിരുന്നു. ഈ ദൗത്യം പരാജയപ്പെട്ടിരുന്നെങ്കിൽ ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന് അത് വലിയൊരു തിരിച്ചടിയാകുമായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ സൈനിക പരാജയമായി ഇത് മാറുമായിരുന്നു എന്ന് പല അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നു. ട്രംപ് തന്റെ ഭരണകാലത്തെടുത്ത ഏറ്റവും ബുദ്ധിപരമായ തീരുമാനങ്ങളിൽ ഒന്നായി ഇതോടെ ഈ പിന്മാറ്റം മാറുകയാണ്. പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെങ്കിൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ ഈ അവസരം ഉപയോഗിക്കുമായിരുന്നു. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ലോകമെമ്പാടും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനും കാരണമാകുമായിരുന്നു. ട്രംപിന്റെ ഈ പിന്മാറ്റം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ മറ്റൊരു വശം കൂടിയാണ് കാണിക്കുന്നത്. പരസ്യമായി കടുത്ത ഭാഷയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമെങ്കിലും അമേരിക്കയെ നേരിട്ടൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇതിലൂടെ വ്യക്തമാകുന്നു. മുൻപ് പലതവണ അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ വിദേശ മണ്ണിലെ അനാവശ്യ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ അകറ്റി നിർത്തുക എന്ന നയം തന്നെയാണ് ഇവിടെയും പ്രകടമായത്. എന്നിരുന്നാലും ഈ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഇറാനെ കൂടുതൽ ജാഗരൂകരാക്കുമെന്നതിൽ സംശയമില്ല. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഏതു നിമിഷവും ഇത്തരമൊരു അതിക്രമം ഉണ്ടായേക്കാമെന്ന് മനസ്സിലാക്കിയവർ സുരക്ഷാ സംവിധാനങ്ങൾ ഇനിയും ശക്തമാക്കും. ഇത് വരും ദിവസങ്ങളിൽ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ CNN റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ യുദ്ധകൊതിയന്മാരായ ചില ഉദ്യോഗസ്ഥരാണ് പ്രസിഡന്റിനെ ഇത്തരമൊരു അപകടകരമായ നീക്കത്തിന് പ്രേരിപ്പിച്ചത് എന്ന ആക്ഷേപം ശക്തമാണ്. സൈന്യത്തെ സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ട്രംപിനെതിരെ ഉയരുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലോടെ പശ്ചിമേഷ്യയിലെ ആണവ തർക്കങ്ങൾ പരിഹരിക്കാൻ സൈനിക നടപടികളല്ല, മറിച്ച് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് ഏക പോംവഴി എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. എത്ര വലിയ സൈനിക ശക്തിയാണെങ്കിലും ഇറാന്റെ മണ്ണിൽ ചെന്ന് അവരെ നേരിടുക എന്നത് അമേരിക്കയ്ക്ക് പോലും എളുപ്പമല്ലെന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നിർണയിക്കുക. ജനറൽ ഡാൻ കെയ്ന്റെ സമയബന്ധിതമായ ഇടപെടലും ഡൊണാൾഡ് ട്രംപിന്റെ അവസാന നിമിഷത്തെ പിന്മാറ്റവും കൊണ്ടൊഴിവായത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ വഴിമാറാമായിരുന്ന ഒരു വൻ ദുരന്തമാണ്. ആഗോള സമാധാനത്തിന് ഭീഷണിയാകുമായിരുന്ന ഒരു അതിരഹസ്യ യുദ്ധ പദ്ധതിയുടെ ചുരുളുകളാണ് ഈ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ നിവർന്നിരിക്കുന്നത്. പശ്ചിമേഷ്യ ഇപ്പോഴും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നിൽക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മാധ്യമ വെളിപ്പെടുത്തൽ.